മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അയോധ്യയിൽ RSSകാര് കുറേ മുസ്ലിം സഹോദരങ്ങൾക്ക് ഇഫ്താർ പാർട്ടി കൊടുത്തു എന്നും ധാരാളം മുസ്ലിങ്ങൾ അതിൽ പങ്കെടുത്തു എന്നും കേട്ടപ്പോൾ ഒരു തരത്തിൽ സന്തോഷം തോന്നി. പിന്നെ ഈ പേജാവർമ്മയുടെ സ്വാമി പണ്ട് മീനാക്ഷിപുരത്തെ കുറേ ഹിന്ദുക്കൾ ഇസ്ലാം മതത്തിലേക്ക് മാറിയപ്പോൾ അവിടെ ചെന്ന് അവരെല്ലാം തിരിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് പേജാവർമ്മയുടെ സ്വാമി. അദ്ദേഹം ഇഫ്താർ പാർട്ടി നടത്തി. അത് സ്വീകരിക്കാൻ വന്നിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഫോട്ടോയും ഇതെല്ലാം കണ്ടപ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നിയില്ലെങ്കിലും ഒരു സംതൃപ്തി തോന്നി. ആഹ്ലാദമൊന്നുമില്ല, കുറെ സന്തോഷം തോന്നി. ഇന്നലെ അജിൽ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മദ്രാസിലെ കോർഡിനേറ്റർ UAE മിഡിൽ ഈസ്റ്റിലെ കുറേ മുസ്ലിം പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് അവർ യോഗാസനം ചെയ്യുന്ന ഫോട്ടോ പല പല പള്ളിയിലേക്ക് കാണിച്ചിരുന്നു. അത് കണ്ടപ്പോഴും കുറേയധികം സന്തോഷം തോന്നി. അതേപോലെ തന്നെ ഹിന്ദു എന്ന രീതിയിൽ തന്നെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നെതർലൻഡും അമേരിക്കയും എല്ലാം സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ അതിലും കുറേയധികം സന്തോഷം തോന്നി. ഞാൻ പണ്ട് ഒരു യൂട്യൂബ് മെസ്സേജ് അപ്ലോഡ് ചെയ്തിരുന്നു. മലപ്പുറത്ത് നിങ്ങൾ ചെന്ന് പെടുകയാണെങ്കിൽ ഈ റംസാൻ മാസത്തിൽ പച്ചവെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു മുസ്ലിം എന്നെ പച്ചയ്ക്ക് ചീത്ത പറഞ്ഞുകൊണ്ട് ആരാടോ തന്നോട് പറഞ്ഞത് മലപ്പുറത്ത് ഉച്ചയ്ക്ക് ഒന്നും കിട്ടില്ല റംസാൻ മാസത്തിലെന്ന്. എന്നിട്ട് അയാൾ കുറേ ഹോട്ടലുകളുടെ പേര് അയാൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ എഴുതി തന്നെ പോലെയുള്ള വർഗീയവാദികളാണ് ഈ നാട്ടിന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു എഴുതി. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്നെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെ സന്തോഷം തോന്നാൻ കാരണം ഈ മലപ്പുറത്തെ മുസ്ലിങ്ങൾ എല്ലാ ഹോട്ടലും അടപ്പിക്കുന്നു, അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല എന്ന ധാരണ തിരുത്തിയത് ഒരു മുസ്ലിം തന്നെയാണ്. ഹിന്ദുക്കളായിരുന്നു ജനറലി അങ്ങനെ പറയാറുള്ളത്. അങ്ങനെയല്ല, മലപ്പുറത്ത് ഭക്ഷണം കിട്ടും, മുസ്ലിങ്ങൾ കടകളൊന്നും നിർബന്ധമായിട്ട് അടപ്പിക്കാറില്ല എന്നുള്ള രീതിയിൽ പറയുകയും എന്നെ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന വ്യക്തിയായിട്ട് ഷാർപ്പായിട്ട് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഒരു മുസ്ലിം കാണിച്ചില്ലേ, അതിലെനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ശരിക്കും മറ്റേതിനേക്കാളും സന്തോഷം തോന്നിയത് ഇതാണ്. മലപ്പുറം അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ആയിട്ടൊരു യുവാവ് മുമ്പോട്ട് വന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറേയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓണം ഹിന്ദുക്കളും മറ്റുള്ളവരും ചേർന്ന് ആഘോഷിക്കുന്ന പോലെ, കുറേയൊക്കെ ക്രിസ്തുമസും മറ്റുള്ളവരും ചേർന്ന് ആഘോഷിക്കുന്ന പോലെ ആത്മീയതയുടെ നിറവുണ്ടെങ്കിലും ഭൗതികതയുടെ ഒരു തെളിച്ചമുള്ളതാണ് യഥാർത്ഥത്തിൽ റംസാനിലെ വൈകുന്നേരത്തെ പാർട്ടികളും പർച്ചേസും എല്ലാം. അതായത് ആത്മീയ ജീവിതത്തോടൊപ്പം ഭൗതിക സുഖ സന്തോഷങ്ങളുടെയും കൂടി ഒരു കാര്യമായിട്ട് ഇന്ന് ഇഫ്താർ പാർട്ടിയും ജീവിതശൈലിയും മാറിക്കൊണ്ടിരിക്കുന്നു. ആശ്രമങ്ങളിൽ പോലും ഈ പാർട്ടികൾ നടക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിന് അടുത്തുള്ള ഒരു ലോഡ്ജിൽ നോൺ വെജിറ്റേറിയൻ വിളമ്പിക്കൊണ്ട് ഇഫ്താർ പാർട്ടി നടത്തിയത് കുറച്ച് പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സംഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പേജാവർമ്മയുടെ സ്വാമിയും അതുപോലെ തന്നെ ആശ്രമങ്ങളും എല്ലാം നമ്മളുടെ ഈ 127 കോടി ജനതയെ ഒരുമിച്ച് കൊണ്ടുവരാൻ മതത്തിൻ്റെയോ ആത്മീയതയുടെയോ ചരടുകൾ നല്ല രീതിയിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ അത് നല്ലതിൽ ചെന്ന് അവസാനിക്കട്ടെ, നല്ലതായി തീരട്ടെ. പലപ്പോഴും ഹിന്ദുക്കള് ജനറലി പണ്ട് പറയാറുണ്ട്, അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമല്ല പറയാ, ഫസ്റ്റ് വി ആർ ആൻ ഇന്ത്യൻ, സെക്കൻഡ് വി ആർ ആൻ ഇന്ത്യൻ, തേർഡ് വി ആർ ഹിന്ദു. പലപ്പോഴും മുസ്ലിങ്ങൾ പറയാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് വി ആർ മുസ്ലിം, സെക്കൻഡ് വി ആർ മുസ്ലിം ആൻഡ് തേർഡ് വി ആർ ഇന്ത്യൻ. പക്ഷേ
പക്ഷേ പാകിസ്ഥാനിൽ ഇന്നലെ കേട്ട ഒരു ശബ്ദം, ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളായിരുന്നു, ഇപ്പൊ അല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്ലാം തീവ്രവാദം എന്നൊരു തീവ്രവാദം പാകിസ്ഥാനിൽ ഉണ്ടാവില്ല. ഞങ്ങളുടെ രക്തം ഹിന്ദു രക്തമാണ്. അത് മോഡിയും ട്രംപും തമ്മിൽ ഒരു എഗ്രിമെന്റ് വന്ന് ഇസ്ലാം തീവ്രവാദത്തിനെതിരെ ഉള്ള ഒരു MOU സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ശബ്ദം വന്നത്. ശരിക്കും മതം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ബുദ്ധമതം ഉപയോഗിച്ചാൽ ഭാരതത്തിന്റെയും ചൈനയുടെയും മതം ആത്മീയത ഒരേ ബിന്ദുവാണ്. വിയോജിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ യോജിക്കാനുള്ളത് ധാരാളമുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങൾ, ഈ റംസാൻ ആയാലും ക്രിസ്മസ് ആയാലും ഓണമായാലും ഇതിന്റെ പുറകിലേക്കൊക്കെ പോയാൽ വലിയ അർത്ഥമൊന്നുമുള്ള കാര്യം അല്ലെങ്കിൽ പോലും മൂന്നിൻ്റെയും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്ക് ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങും നടത്താനും കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ആ കുടുംബ സങ്കല്പം ഉണ്ടാക്കാനും, എല്ലാ മതത്തിലും കുറേയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒരു മതത്തിൽ കൂടുതലാണ് കുറവാണ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ആ രീതിയിൽ നമുക്ക് ഒരുമിച്ച് വരാൻ, ഭാരതീയനെ ഒരുമിച്ച് വരാൻ, ഇഫ്താർ പാർട്ടി ആയാലും ഓണത്തിൻ്റെ സദ്യയായാലും അല്ലെങ്കിൽ ദീപാവലിയുടെ ആഘോഷങ്ങളായാലും ക്രിസ്തുമസിന്റെ നന്മകളായാലും അത് സാങ്കല്പികമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ എന്തുമാവട്ടെ, നന്മകളെ ഒരുമിച്ച് കൊണ്ടുവരാനും തിന്മകളെ നമുക്ക് വളരെ നല്ല രീതിയിൽ ചൂണ്ടിക്കാണിക്കാനും സാധിച്ചാൽ, ഇന്നലെ നമ്മുടെ ഒരു കോർഡിനേറ്റർ ഒരു രസകരമായിട്ടുള്ള ഒരു സീൻ യൂട്യൂബിലോ വാട്സപ്പിലോ കണ്ടു എന്ന് പറഞ്ഞു. ഞാനത് കണ്ടില്ല നേരിട്ട്. ഒരു മുസ്ലിം മൗലവി വിവരിക്കുകയാണത്രേ ഈ റംസാന്റെ മഹത്വത്തെക്കുറിച്ചും ഖുർആന്റെ മഹത്വത്തെക്കുറിച്ചും എല്ലാം വിവരിച്ചതിന് ശേഷം അദ്ദേഹം ആ സദസ്സിലുള്ളവരോട് പറഞ്ഞു അത്രേ, നിങ്ങൾക്ക് ധാരാളം ഹിന്ദുക്കൾ സുഹൃത്തുക്കളായിട്ടില്ലേ? ഇത് ഞാൻ നേരിട്ട് കേട്ടില്ല, ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞതാണ്. ധാരാളം ഹിന്ദുക്കൾ സുഹൃത്തുക്കളായിട്ടില്ലേ? ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയുകയുണ്ടായി അത്രേ. അത് കേട്ട് അതിനകത്തുള്ള ഒരു നല്ല മുസ്ലിം പണ്ഡിതൻ പറഞ്ഞു അത്രേ, ഇയാൾ ഇത് പറയാൻ പോയത് എന്തിനാ, ബാക്കിയുള്ളതെല്ലാം പറഞ്ഞൂടെ? നിങ്ങൾക്ക് ധാരാളം ഹിന്ദു സുഹൃത്തുക്കളില്ലേ, അവരെയൊക്കെ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നില്ല? ഇങ്ങനെയുള്ള വീക്ഷണമാണ് ശശികല ടീച്ചർമാരെയും ഗോപാലകൃഷ്ണന്മാരെയും ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ വരി കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു ഇറിറ്റേഷൻ തോന്നുമെങ്കിലും എനിക്ക് സന്തോഷം തോന്നി എന്ന് പറയാൻ കാരണം, ഹിരണ്യകശിപു വന്നതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായത്, രാവണൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശ്രീരാമൻ ഉണ്ടായത്, അതുപോലെ തന്നെ ഹിരണ്യകശിപു ഉണ്ടായിരുന്നത് കൊണ്ടാണ് നരസിംഹമൂർത്തി ഉണ്ടായത്, കംസൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ 2Gയും 3Gയും കൽക്കരിയും ആദർശ ഫ്ലാറ്റും സകല അഴിമതിയും വന്നതുകൊണ്ടാണ് ഒരു ചായക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. അപ്പൊ തിന്മകൾ ഇതേപോലെയുള്ളവർ പറയുന്നത് കൊണ്ടാണ് ഒരു ശശികല ടീച്ചറും ഒരു ഡോക്ടർ ഗോപാലകൃഷ്ണനും ഉണ്ടായതെന്ന് ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞപ്പോ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അവാർഡായിട്ട് ആ വരി എനിക്ക് തോന്നി. ഞാൻ എല്ലാവരോടും പറയുന്നു, എനിക്ക് ഹിഡൻ അജണ്ട ഇല്ല, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇല്ല. പക്ഷേ മതത്തിന്റെ പേരിൽ ഈ നാടിന്റെ സംസ്കാരത്തെ 122 രാഷ്ട്രങ്ങൾ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളാണ്, 69 രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഇന്നലെ വേറൊരു പേപ്പറിൽ വായിച്ചു 54 രാഷ്ട്രങ്ങളെന്ന്. 54 ആയാലും 69 ആയാലും വിരോധമില്ല. 14 രാഷ്ട്രങ്ങൾ ബുദ്ധമത രാഷ്ട്രങ്ങളാണ്. ലോകത്തിൽ ഒരിടത്തും ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഇല്ല. 112 കോടി ഹിന്ദുക്കൾ ലോകത്തിലുണ്ട്. ഒരു മത നേതാവും ഇല്ലാതെ ജീവിക്കുന്നവരാണ്. അവരുടെ മതത്തിലേക്ക് വരാനായിട്ട് അവരാരോടും പറഞ്ഞിട്ടില്ല, ആരെയും ക്ഷണിച്ചിട്ടുമില്ല, ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല, പറ്റിച്ചിട്ടുമില്ല. ഒരിക്കലും ഹിന്ദുക്കൾ പറഞ്ഞിട്ടില്ല എന്റെ മതം മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ പുസ്തകം മാത്രം ശരി, എന്റെ വഴി മാത്രം ശരി എന്ന് പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ ഏകരക്ഷകൻ എന്ന് പറഞ്ഞിട്ടില്ല. ശ്രീരാമൻ അല്ലാതെ മറ്റൊരു ദൈവത്തെ നീ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഭാരതീയർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഭാരതീയരെയാണ് ഈ മതത്തിന്റെ കവചം ഉപയോഗിച്ച്
ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും. ഒരാൾ എന്നോട് പറഞ്ഞു, സാർ ഈ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചെന്ന് കുറേ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ എന്ന്. പറയേണ്ട ആവശ്യം വരുമ്പോൾ പറയേണ്ട വാക്കുകളല്ലേ അത്? പിന്നെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയിലൂടെ മതം മാറ്റുന്നതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണ് മതം മാറ്റിയിരുന്നതെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചുമാണ് മതം മാറ്റുന്നതെങ്കിൽ ഒരു വശത്ത് കൂടെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ചെയ്യുക, മറ്റൊരു വശത്ത് കൂടെ ഈ ധർമ്മത്തിലുള്ളത് മുഴുവനും അങ്ങോട്ടെടുക്കുക, എന്നിട്ട് ആ രീതിയിലൂടെ മതം മാറ്റുക. അപ്പൊ അങ്ങനെയൊക്കെ മതം മാറ്റുമ്പോൾ അതിനെ പ്രതികരിക്കാൻ ആരെങ്കിലും വേണ്ടേ? അതല്ലാതെ അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിക്കല. എത്രയോ മതങ്ങളെ ഈ രണ്ട് സെമറ്റിക് മതങ്ങൾ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. എത്രയോ ധർമ്മങ്ങളെ ഈ രണ്ട് സെമറ്റിക് മതങ്ങൾ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും ഇല്ലാതെയാക്കുന്നതിന് മുമ്പ് പ്രതികരിക്കണ്ടേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം? മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. ഒരു ഹിന്ദു മതം മാറിയാല് ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കൂടി, മറ്റേ മതത്തിലുള്ളവരുടെ ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു, മറ്റ് മതത്തിലുള്ളവരുടെ എണ്ണം ഒന്ന് കൂടി എന്നുള്ളതല്ല പ്രശ്നം. ഹിന്ദുവിനും ഈ സംസ്കാരത്തിനും ഒരു ശത്രു ഉണ്ടായി എന്നുള്ളതാ പ്രശ്നം. അതാണ് ഏതെല്ലാം സ്ഥലത്ത് ഹിന്ദുക്കൾ മതം മാറിയോ ആ മതം മാറി ആ മതത്തിലേക്ക് പോയവൻ തീവ്രമായിരിക്കും. സാധാരണ മുസ്ലിങ്ങളെക്കാളും സാധാരണ ക്രിസ്ത്യാനികളെക്കാളും പുതിയതായിട്ട് മതം മാറിയവന്റെ തീവ്രത വളരെ കൂടുതലായിരിക്കും. അവനായിരിക്കും ശരിക്കും ഈ ധർമ്മത്തിനും ഈ സംസ്കാരത്തിനും ശത്രുവായിട്ട് പെരുമാറുന്നത്. പുറത്തൊക്കെ മതേതരത്വവും മതസൗഹാർദ്ദവും എല്ലാം പറയും, അകത്ത് അവൻ അവൻ്റെതായിട്ടുള്ള സ്വഭാവം കാണിക്കും. ഇതൊക്കെ സത്യമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി ഈ ഇഫ്താർ പാർട്ടിയൊക്കെ നടത്തി ഒരുമിച്ച് വന്ന് നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ ശരിക്ക് യൂസഫ് അലിയും മുഹമ്മദ് അലിയും അവരെല്ലാമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മുഴുവനും ശ്രീ നരേന്ദ്രമോദിയെ കൊണ്ടുപോയിട്ട് ഈ രാഷ്ട്രത്തെ ഗംഭീരമായിട്ട് തുറന്ന് അവിടെ അവതരിപ്പിച്ചത്. അവരൊരു ഇന്ത്യൻ അംബാസിഡർമാരെക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഈ രാഷ്ട്രത്തിന്റെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. മതമേതുമാവട്ടെ, അവരെവിടെ ചെല്ലുന്നോ അവിടെ നമസ്കരിക്കാനുള്ള സമയമാണെങ്കിൽ നിസ്കരിക്കാനുള്ള സമയമാണെങ്കിൽ അവർ നിസ്കരിക്കുന്ന മുസ്ലിങ്ങളാണ് അവർ. പക്ഷെ ഈ രാഷ്ട്രത്തിലുള്ളവർ ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരുടെയും ലിസ്റ്റിൽപ്പെട്ടവരാണ് അവരെല്ലാം. ഇവിടെ സൗദി അറേബ്യയെന്നോ യെരുശലേമിന്നോ ഒന്നും ആരും വന്നിട്ടില്ല, ഒക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തുമസ് ആഘോഷമാണെങ്കിലും ദീപാവലി ആഘോഷമാണെങ്കിലും ഓണം ആഘോഷമാണെങ്കിലും റംസാൻ ആഘോഷമാണെങ്കിലും ജന്തുഹിംസ ഇല്ലാത്ത വിധത്തിൽ ഭാരതത്തിന്റെ പൈതൃകത്തെ നിലനിർത്തിക്കൊണ്ട് ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങും ഇഫ്താർ പാർട്ടി പോലെ പേജാവർമ്മയുടെ സ്വാമി ആയാലും ആര് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പരമമായ ലക്ഷ്യം സാധ്യമാവട്ടെ. മാർഗം ന്യായീകരിക്കപ്പെടണമെങ്കിൽ ലക്ഷ്യം പരിശുദ്ധമായി നേടുക തന്നെ വേണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.